ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ് ആൻഡ് സർവീസസ് എന്ന് പറയുന്ന സബ്ജക്റ്റിലുള്ള ലാസ്റ്റ് ചാപ്റ്റർ ഫിനാൻഷ്യൽ സർവീസസ് ആണ്. ആ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സർവീസസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സും അതിൻ്റെ സ്കോപ്പും ആണ്. അപ്പോൾ എന്താണ് ഫിനാൻഷ്യൽ സർവീസസ്? ഇൻ സിമ്പിൾ വേർഡ്സ്, ഫിനാൻഷ്യൽ സർവീസസ് റെഫർ ടു എനി service or product of a financial nature offered by financial institutions to consumers and business firm in financial service sector. നമ്മുടെ ഫിനാൻഷ്യൽ സർവീസ് സെക്ടറിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫർ ചെയ്യുന്ന ഫിനാൻഷ്യൽ നേച്ചറോടുകൂടിയുള്ള സർവീസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത്. അതായത് ഫിനാൻഷ്യൽ സർവീസ് സെക്ടറിലുള്ള ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ ബിസിനസ് ഫേമിന് അവർ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്, അതായത് ആ സർവീസൊക്കെ ഫിനാൻഷ്യൽ നേച്ചറുള്ള സർവീസ് ആയിരിക്കും. അങ്ങനെയുള്ള സർവീസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫിനാൻഷ്യൽ സർവീസ് എന്നുകൊണ്ട് പറയുന്നത്. ഫിനാൻഷ്യൽ സർവീസസ് മേ ബി ഡിഫൈൻഡ് ആസ് ദ പ്രൊഡക്റ്റ് ഓർ സർവീസ് ഓഫേർഡ് ബൈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ for the facilitation of various financial transactions and other related activities. അപ്പോൾ ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്നത് ഒരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസാണ് ഓഫേർഡ് ബൈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ദി ഫെസിലിറ്റേഷൻ ഓഫ് വേരിയസ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. ചില ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ഫെസിലിറ്റേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ അതർ ഫിനാൻഷ്യൽ റിലേറ്റഡ് ആക്ടിവിറ്റീസിന് ഫെസിലിറ്റേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ഓഫേർഡ് ബൈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് നമ്മൾ ഫിനാൻഷ്യൽ സർവീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഫിനാൻഷ്യൽ സർവീസസിൻ്റെ നേച്ചർ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ്, ഇൻടാഞ്ചിബിളാണ്. ഫിനാൻഷ്യൽ സർവീസസ് ആർ ഇൻടാഞ്ചിബിൾ, ദെർഫോർ ദേ കനോട്ട് ബി സ്റ്റാൻഡേർഡൈസ്ഡ് ഓർ റീപ്രൊഡ്യൂസ് ഇൻ ദ സെയിം ഫോം. ഫിനാൻഷ്യൽ സർവീസസ് എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ ഒരു പ്രൊഡക്റ്റ് പോലെയല്ല, നമുക്കത് ടാഞ്ചിബിൾ അല്ല, നമുക്കത് കാണാനോ തൊടാനോ ഉള്ള ഒരു ഇതില്ല. അത് മീൻസ് അത് ഇൻടാഞ്ചിബിൾ ആണെന്നാണ് മീനിങ്. അപ്പോൾ ഇൻടാഞ്ചിബിൾ ആണ് നമ്മുടെ ഫിനാൻഷ്യൽ സർവീസസ്. പിന്നെ ഇൻസെപ്പറബിലിറ്റി. Both production and supply of financial services have to be performed simultaneously. അതായത് പ്രൊഡക്ഷൻ്റെയും സപ്ലൈ, അതായത് ഫിനാൻഷ്യൽ സർവീസസ് നമുക്ക് പ്രൊഡക്ഷൻ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നമ്മളത് സപ്ലൈ ചെയ്യണം. അതാണ് വേറൊരു കാര്യം. അതായത് നമുക്ക് പ്രൊഡക്ഷനും അതുപോലെ സപ്ലൈയും വേറെ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു പ്രൊഡക്റ്റിൻ്റെ കേസ് നമ്മൾ എടുത്തു നോക്കിയാൽ നമ്മൾ പ്രൊഡക്ഷൻ വേറെ, പിന്നെ അത് സ്റ്റോർ ചെയ്തിട്ട് സപ്ലൈ ചെയ്യുന്നത് വേറൊരു സമയത്തായിരിക്കും. അതാണ് സർവീസസും പ്രൊഡക്ട്സും തമ്മിലുള്ള ഒരു മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. അതാണ് ഇൻസെപ്പറബിൾ ആണെന്നാണ് ഇതിൻ്റെ മീനിങ്. നെക്സ്റ്റ് വരുന്നത് പെറിഷബിലിറ്റി. ദേ കനോട്ട് ബി സ്റ്റോർഡ്, ദേ ഹാവ് ടു ബി സപ്ലൈഡ് വെൻ കസ്റ്റമേഴ്സ് നീഡ് ദം. അപ്പോൾ പെറിഷബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അതൊരിക്കലും സ്റ്റോർ ചെയ്യാൻ പറ്റില്ല അല്ലേ. സർവീസസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം, നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പം നമ്മളത് കസ്റ്റമേഴ്സിന് എപ്പോഴാണോ അതിൻ്റെ ആവശ്യം വരുന്നത് അപ്പം നമ്മളത് സപ്ലൈ ചെയ്യണം. നെക്സ്റ്റ്, വേരിയബിലിറ്റി. ഇൻ ഓർഡർ ടു cater a variety of financial and related needs of different customers in different areas, financial services organization have to offer a wide range of products and services. അതായത് സെയിം ടൈപ്പ് ഓഫ് സർവീസസ് അല്ല ഈ പറയുന്ന ഫിനാൻഷ്യൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ കീപ്പ് ചെയ്യേണ്ടത്. അവർ ഡിഫറെൻറ്റ് ഏരിയാസിലുള്ളവർക്ക് ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സാണ്, ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സ് ഉണ്ടാവും, ഡിഫറെൻറ്റ് ഏരിയാസ് ആയിരിക്കും. അപ്പം വേരിയബിൾ ആയിട്ടുള്ള, അതായത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ അതാണ് മീൻസ് ഫിനാൻഷ്യൽ സർവീസസ് ഓരോ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിഫറൻഷ്യേറ്റ് ദെയർ സർവീസ് ഡെവലപ്പ് ദെയർ ഇൻഡിവിജ്വൽ ഐഡൻറ്റിറ്റി. അവർക്ക് ഇൻഡിവിജ്വലായിട്ടൊരു ഐഡൻറ്റിറ്റി വേണമെന്നുണ്ടെങ്കിൽ എല്ലാ സർവീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡിഫറെൻറ്റ് സർവീസസ് പ്രൊവൈഡ് ചെയ്യണം. നെക്സ്റ്റ്, ഡോമിനൻസ് ഓഫ് ഹ്യൂമൻ എലിമെൻറ്റ്. ഫിനാൻഷ്യൽ സർവീസസ് ആർ ഡോമിനേറ്റഡ് ബൈ ഹ്യൂമൻ എലിമെൻറ്റ്, ദസ് ഫിനാൻഷ്യൽ സർവീസ് ആർ ലേബർ ഇൻറ്റൻസീവ്. ഇതൊരു ലേബർ ഇൻറ്റൻസീവ് ആയിട്ടുള്ള കാര്യമാണ് ഈ പറയുന്ന ഫിനാൻഷ്യൽ സർവീസസ്. നെക്സ്റ്റ്, ഇൻഫോർമേഷൻ ബേസ്ഡ്. ഇറ്റ് ഇൻവോൾവ്സ് ക്രിയേഷൻ, ഡിസിമിനേഷൻ ആൻഡ് യൂസ് ഓഫ് ഇൻഫോർമേഷൻ. ഇൻഫോർമേഷൻ ബേസ്ഡ് മീൻസ് ഇതിൽ ഇൻഫോർമേഷൻ ആണ് മെയിനായിട്ടുള്ള കാര്യമല്ലേ. നമ്മൾ ഈ സർവീസ് പ്രൊവൈഡ് ചെയ്യുക മീൻസ് ഇൻഫോർമേഷൻ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിയാണ് ഈ പറഞ്ഞത് ഫിനാൻഷ്യൽ സർവീസ് ഇൻഡസ്ട്രി. സോ ക്രിയേഷൻ, ഡിസിമിനേഷൻ മീൻസ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, ആൻഡ് യൂസ് ഓഫ് ഇൻഫോർമേഷൻ. അതാണ് ഇത്രയാണ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ്. ഫസ്റ്റ് ഇൻടാഞ്ചിബിലിറ്റി, പിന്നെ ഇൻസെപ്പറബിലിറ്റി, പിന്നെ പെറിഷബിലിറ്റി, വേരിയബിലിറ്റി, ഡോമിനൻസ് ഓഫ് ഹ്യൂമൻ എലിമെൻറ്റ്, ഇൻഫോർമേഷൻ ബേസ്ഡ്.
നെക്സ്റ്റ് വൺ ഈ ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ടെക്സ്റ്റിൻ്റെ ബാക്കിലുള്ള നമ്മുടെ ക്വസ്റ്റ്യൻസിൽ അതിൽ വാട്ട് ഇസ് ദ സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ് അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ സർവീസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇനി പറയുന്ന പോയിൻറ്റ്സാണ് എഴുതേണ്ടത്. ഓക്കെ, അപ്പോൾ ഫിനാൻഷ്യൽ സർവീസസ് മെയിൻലി 2 ടൈപ്പ് അല്ലെങ്കിൽ 2 ക്ലാസിഫിക്കേഷനാണ്. ഒന്ന് ഫണ്ട് ബേസ്ഡ്, പിന്നെ ഒന്ന് നോൺ ഫണ്ട് ബേസ്ഡ്. ഫണ്ട് ബേസ്ഡിൽ വരുന്നതാണ് ഇവിടെ കാണാം നിങ്ങൾക്ക്. അണ്ടർ റൈറ്റിംഗ്, ഡീലിങ്സ് ഇൻ സെക്കൻഡറി മാർക്കറ്റ് ആക്ടിവിറ്റീസ്, പാർട്ടിസിപ്പേറ്റിംഗ് ഇൻ മണി മാർക്കറ്റ്, എക്യുപ്മെൻറ്റ് ലീസിംഗ് ആൻഡ് ലീസ് ഫിനാൻസിങ്, ഹയർ പർച്ചേസ്, വെഞ്ചർ ക്യാപിറ്റൽ, ബിൽ ഡിസ്കൗണ്ടിങ്, ഇൻഷുറൻസ് സർവീസ്, ഫാക്ടറിങ്, ഫോർഫീറ്റിംഗ്, ഹൗസ് ഫിനാൻസിങ്, മ്യൂച്വൽ ഫണ്ട്സ്. ഇത്രയാണ് ഫണ്ട് ബേസ്ഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറയുന്നത്. ഇനി പറയുന്നത് നോൺ ഫണ്ട് ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസ് ആണ്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും സെക്യൂരിറ്റൈസേഷൻ, മെർച്ചൻ്റ് ബാങ്കിങ്, ക്രെഡിറ്റ് റേറ്റിംഗ്, ലോൺ സിൻഡിക്കേഷൻ, ബിസിനസ് ഓപ്പർച്യൂണിറ്റി, പ്രൊജക്റ്റ് അഡ്വൈസറി സർവീസസ്, പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ്, മർജർ അക്വിസിഷൻ, ക്യാപിറ്റൽ റീസ്ട്രക്ചർ, കസ്റ്റോഡിയൻ സർവീസസ്, സ്റ്റോക്ക് ബ്രോക്കിംഗ്, അങ്ങനെ ഒരുപാട് നോൺ ഫണ്ട് ബേസ്ഡ് ആയിട്ടുള്ള സർവീസസ് ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മുഴുവനായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റില്ല, പക്ഷേ ടെക്സ്റ്റിൽ ഇതിൻ്റെ എക്സ്പ്ലനേഷൻ തന്നിട്ടുള്ള ഭാഗങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫണ്ട് ബേസ്ഡ് ആയിട്ടുള്ളത് നമുക്ക് ഫസ്റ്റ് നോക്കാം. ഇവിടെ ഫണ്ട് ബേസ്ഡ് അല്ലെങ്കിൽ അസറ്റ് ബേസ്ഡ് സർവീസസിൽ ഈ പറയുന്ന പോയിന്റിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോയിൻറ്റ്സ് അതിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം എക്സ്പ്ലെയിൻ ചെയ്തിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് മാത്രം എന്താണെന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്ത് നോക്കാം. ഓക്കെ, ഇതാണ് അസറ്റ് അല്ലെങ്കിൽ ഫണ്ട് ബേസ്ഡ് സർവീസസിൽ വരുന്ന ഫസ്റ്റ് വണ്ണാണ് എക്യുപ്മെൻറ്റ് ലീസിംഗ് അല്ലെങ്കിൽ ലീസ് ഫിനാൻസിങ്. A lease is an agreement under which a firm acquires a right to make the use of an asset, of a capital asset like machinery etc. on payment of an agreed fee called a lease rentals. അപ്പോൾ ലീസ് എന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. ലീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എഗ്രിമെൻ്റ് ആണ് under which a firm acquires a right to make use of capital asset. ഒരു അസറ്റ് അല്ലെങ്കിൽ ഒരു ഫേം വേറൊരു ഫേമിൻ്റെ അല്ലെങ്കിൽ വേറൊരു ക്യാപിറ്റൽ അസറ്റിൻ്റെ മേലുള്ള റൈറ്റ് വാങ്ങിക്കുകയാണ് ഒരു എഗ്രിമെൻറ്റിലൂടെ. അത് യൂസ് ചെയ്യാനുള്ള റൈറ്റ്, അതായത് ഒരു പെർട്ടിക്കുലർ പേയ്മെൻറ്റ് ഫീ നമ്മൾ ആ ഒരു ഫേമിന് കൊടുത്തിട്ട് ആ ഫേമിനുള്ള ക്യാപിറ്റൽ അസറ്റ് വേറൊരു ഫേം യൂസ് ചെയ്യണം. അതിൽ അങ്ങനെ ആ റെൻറ്റ് കൊടുക്കുന്നതിനെയാണ് ലീസ് റെൻ്റൽസ് എന്നാണ് അതിന് പറയുന്നത്. പിന്നൊരു കാര്യം, ദ പേഴ്സൺ വിച്ച് എക്വയർസ് ദ റൈറ്റ് ഈസ് നോൺ ആസ് ലെസ്സി. ഏത് ആൾ അല്ലെങ്കിൽ കമ്പനിയാണോ ആ റൈറ്റ് വാങ്ങിക്കുന്നത് അയാളാണ് ലെസ്സി. ഇനി ഹി ഡസ് നോട്ട് ഗെറ്റ് ദ ഓണർഷിപ്പ് ഓഫ് എൻ അസറ്റ്. അതിൻ്റെ അസറ്റിൻ്റെ ഓണർഷിപ്പ് ഒരിക്കലും അയാൾക്ക് കിട്ടില്ല. അതിൻ്റെ ആ ഒരു അസറ്റ്, ആ പെർട്ടിക്കുലർ അസറ്റ് യൂസ് ചെയ്യാനുള്ള റൈറ്റ് മാത്രമേ ഉള്ളൂ. ദ പേഴ്സൺ ഹു ഗീവ്സ് ദ റൈറ്റ് ഈസ് നോൺ ആസ് ലെസ്സർ. ആരാണോ ആ പറയുന്ന അസറ്റ് ഇങ്ങനെ യൂസ് ചെയ്യാനുള്ള റൈറ്റ് തരാം എന്ന് പറഞ്ഞിട്ട് കൊടുക്കുന്ന പേഴ്സൺ അല്ലെങ്കിൽ കമ്പനി, അതിനെയാണ് ലെസ്സർ എന്ന് പറയുന്നത്. ഇതൊരു അസറ്റ് അല്ലെങ്കിൽ ഫണ്ട് ബേസ്ഡ് സർവീസ്. എന്തൊരു സർവീസ് അല്ലേ പ്രൊവൈഡ് ചെയ്യുന്നത്, മീൻസ് ഒരു പെർട്ടിക്കുലർ അസറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു ഫോർ എ പേയ്മെൻറ്റ്. ഒരു അഗ്രീഡ് ഫീൻ്റെ ബേസിൽ ഇവരെന്ത് ചെയ്യുന്നു, ആ ഒരു അസറ്റ് യൂസ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്നു. ഇതാണ് എക്യുപ്മെൻറ്റ് അല്ലെങ്കിൽ എക്യുപ്മെൻറ്റ് ലീസിങ് അല്ലെങ്കിൽ ലീസ് ഫിനാൻസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വണ്ണാണ് ഹയർ പർച്ചേസ് ആൻഡ് കൺസ്യൂമർ ക്രെഡിറ്റ്. ഹയർ പർച്ചേസ് ഈസ് എൻ ആൾട്ടർനേറ്റീവ് ടു ലീസിങ്. ലീസിങ്ങിൻ്റെ വേറൊരു ടൈപ്പ് അല്ലെങ്കിൽ ഒരു ആൾട്ടർനേറ്റീവാണ് ഹയർ പർച്ചേസ്. Hire purchase is a transaction where goods are purchased and sold on a condition that payment is made in installments. അതായത് നമ്മൾ പേയ്മെൻറ്റ് നമ്മൾ സെയിം ആസ് ലീസിങ് ആണ്. മീൻസ് നമ്മളൊരു പെർട്ടിക്കുലർ അസറ്റ് പർച്ചേസ് ചെയ്തു അല്ലെങ്കിൽ സെല്ല് ചെയ്തു. പക്ഷേ അതിൻ്റെ പേയ്മെൻറ്റ് നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ടാണ് പേ ചെയ്യുന്നത്. നമുക്കറിയില്ല ഹയർ പർച്ചേസിന് വാങ്ങി എന്ന് പറയുന്നത് നമ്മൾ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് ഇപ്പോൾ നമ്മളൊരു സാധനം വാങ്ങുകയാണെങ്കിൽ നമ്മൾ പേയ്മെൻറ്റ് ചെയ്യുന്നത് ഇൻസ്റ്റാൾമെൻറ്റിലൂടെ ആയിരിക്കും പേയ്മെൻറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു സാധനം വിൽക്കുകയാണെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, നമുക്ക് സാധനം അതിൻ്റെ പൈസ ഇൻസ്റ്റാൾമെൻ്റ് ആയിട്ട് നമുക്ക് അടക്കുന്നു. ഇതാണ് ഹയർ പർച്ചേസ്. ദ ബയർ ഗെറ്റ്സ് ഓൺലി പൊസിഷൻ ഓഫ് ഗുഡ്സ്, ഹി ഡസ് നോട്ട് get ownership. He gets ownership only after the payment of installment. ഇത് ഇൻസ്റ്റാൾമെൻറ്റ് ഫുൾ ഇൻസ്റ്റാൾമെൻറ്റും അതായത് ഫൈനൽ ഇൻസ്റ്റാൾമെൻറ്റും അടച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഈ പറയുന്ന ബയ്യർക്ക് അല്ലെങ്കിൽ സെല്ലർക്ക് ആ ഗുഡ്സ് സ്വന്തമാണ്, ഓണർഷിപ്പ് അതിനാലേ കിട്ടുള്ളൂ. ഇല്ലെങ്കിൽ പൊസിഷൻ മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഹയർ പർച്ചേസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വണ്ണാണ് ബിൽ ഡിസ്കൗണ്ടിങ്.
Discounting of bill is an attractive fund-based financial service provided by finance companies. Finance companies provide one of the attractive fund-based financial service ആണ് ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽസ്. പിന്നെ ഡിസ്കൗണ്ടിങ് ഓഫ് ബിൽ മീൻസ് ഗിവിങ് ലോൺസ് ഓൺ ദ ബേസ് ഓഫ് സെക്യൂരിറ്റി ഓഫ് ബിൽ ഓഫ് എക്സ്ചേഞ്ച്. നെക്സ്റ്റ് വൺ ആണ് വെഞ്ചർ ക്യാപിറ്റൽ. വെഞ്ചർ ക്യാപിറ്റലിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസും കാര്യങ്ങളൊക്കെ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, എല്ലാവരും അത് റെഫർ ചെയ്യുക. ജസ്റ്റ് വെഞ്ചർ ക്യാപിറ്റൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ക്യാപിറ്റൽ വിച്ച് ഈസ് അവൈലബിൾ ഫോർ ഫിനാൻസിങ് ദ ന്യൂ ബിസിനസ് വെഞ്ചേഴ്സ്. പുതിയ ബിസിനസ് വെഞ്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഫിനാൻസ് ചെയ്യുന്നത്, അതായത് പുതിയ സ്റ്റാർട്ടപ്സ് ഒക്കെ ഉണ്ടാവില്ല, അവരൊക്കെ ഫണ്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെഞ്ചർ ക്യാപിറ്റൽ എന്ന് പറയുന്നൊരു ക്യാപിറ്റൽ. അതിൻ്റെ മീനിങ് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് ലെൻഡിങ് ഫിനാൻസ് ടു ഗ്രോയിങ് കമ്പനീസ്. ഇപ്പോൾ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത കമ്പനീസിന് ഫിനാൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്യാപിറ്റലാണ് വെഞ്ചർ ക്യാപിറ്റൽ. ഇറ്റ് ഈസ് ദ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ എ ഹൈലി റിസ്കി പ്രൊജക്റ്റ് വിത്ത് ഒബ്ജക്റ്റീവ് ഏർണിംഗ് ഹൈ റേറ്റ് ഓഫ് റിട്ടേൺ. അപ്പോൾ പുതിയ സ്റ്റാർട്ടപ്പ് കമ്പനീസ് ആകുമ്പോൾ അവർക്ക് മാർക്കറ്റിൽ അത്ര പിടി ഉണ്ടാവില്ല. സോ അതുകൊണ്ട് തന്നെ ഹൈ റിസ്ക് ആയിരിക്കും അവരുടെ പ്രൊജക്റ്റിന്. സോ അതുപോലെ തന്നെ ഹൈ റേറ്റ് ഓഫ് റിട്ടേണും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതാണ് വെഞ്ചർ ക്യാപിറ്റൽ. നെക്സ്റ്റ് ഹൗസിംഗ് ഫിനാൻസ്. ഹൗസിംഗ് ഫിനാൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഹൗസ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഫിനാൻസാണ് ഹൗസിംഗ് ഫിനാൻസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് NHB. RBI എസ്റ്റാബ്ലിഷ് ചെയ്തതാണ് നാഷണൽ ഹൗസിംഗ് ബാങ്ക് 1988. നെക്സ്റ്റ് വൺ ഇൻഷുറൻസ് ആണ്. ഇൻഷുറൻസ് is a contract between two parties. One party is the insured and the other party is the insurer. രണ്ട് പാർട്ടീസ് തമ്മിലുള്ള ഒരു കോൺട്രാക്റ്റ് ആണ് ഇൻഷുറൻസ്. Insured is the person whose life or property is insured with the insurer. ഇൻഷുറർ എന്ന് പറയുന്ന ഇൻഷുററിൻ്റെ അടുത്ത് നമ്മുടെ ലൈഫ് ഇൻഷുർഡ് ആക്കുക, ലൈഫ് അല്ലെങ്കിൽ പ്രോപ്പർട്ടി ഇൻഷുർഡ് ആക്കുന്ന ആളെയാണ് ഇൻഷുർഡ് എന്ന് പറയുന്നത്. ഇനി പേഴ്സൺ ദാറ്റ് ഈസ് എ പേഴ്സൺ ഹൂസ് റിസ്ക് ഈസ് ഇൻഷുർഡ്. ഒരാളുടെ കയ്യിൽ നമ്മൾ റിസ്ക് എല്ലാം ഏൽപ്പിച്ചു, അതാണ് ഇൻഷുർഡ് എന്ന് പറയുന്ന പേഴ്സൺ. ഇനി ഇൻഷുറർ ആരാണ്? ഇൻഷുറൻസ് കമ്പനിയാണ് ഇൻഷുറർ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷുർഡ് എന്ന് പറയുന്ന ആൾ ഇൻഷുറർക്ക് എന്ത് ചെയ്യുന്നു, അവരുടെ റിസ്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഇൻഷുറൻസ് എന്ന് പറയുന്നത്. Thus, insurance is a contract between insurer and insured. It is a contract in which the insurance company undertakes to indemnify the insured on the happening of certain event for the payment of consideration. എന്തെങ്കിലും ലൈഫ് ഇൻഷുറൻസ്, പ്രോപ്പർട്ടി ഇൻഷുറൻസ് ഒക്കെ നമ്മൾ കേട്ടിട്ടില്ല. അതായത് ആ പ്രോപ്പർട്ടികൾ നമ്മുടെ ലൈഫിന് എഗെയിൻസ്റ്റ് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള പേയ്മെൻറ്റ് ഇൻഷുറൻസ് കമ്പനി നമുക്ക് തരുന്നതാണ്, ലോസ് കവറേജിന് വേണ്ടി തരുന്നതാണ്. അതായത് നമ്മൾ കോമ്പൻസേറ്റ് ചെയ്തിട്ട് തരുന്നത്. ഇൻഷുറൻസ് കമ്പനീസൊക്കെ നിങ്ങൾക്ക് അറിയായിരിക്കും, അതുതന്നെയാണ് ഇൻഷുറൻസ് സർവീസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ ഫാക്ടറിംഗ് ആണ്. ഫാക്ടറിംഗ് ഈസ് എൻ അറേഞ്ച്മെൻറ്റ് അണ്ടർ വിച്ച് ദി ഫാക്ടർ പർച്ചേസസ് ദി അക്കൗണ്ട് റിസീവബിൾസ് ആൻഡ് മേക്സ് ഇമ്മീഡിയറ്റ് ക്യാഷ് പേയ്മെൻറ്റ് ടു ദി സപ്ലയർ ഓർ ക്രെഡിറ്റർ. ഫാക്ടർ എന്ന് പറയുന്നത് ഒരു ബാങ്കായിട്ട് നമുക്ക് സങ്കല്പിക്കാം. അപ്പം അറേഞ്ച്മെൻറ്റ് ഇൻ വിച്ച് ദ അക്കൗണ്ട് റിസീവബിൾസ് ഓഫ് എ ഫേം ആർ പർച്ചേസ്ഡ് ബൈ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ ബാങ്കർ. അപ്പോൾ ഫേമിൽ അക്കൗണ്ട് റിസീവബിൾസ് ഉണ്ടാകും, ഡെപ്റ്റേഴ്സിൻ്റെ അടുത്ത് പൈസ കിട്ടാനുണ്ടാകുന്ന സാഹചര്യത്തിൽ അത് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ബാങ്കർ ത്രൂ പർച്ചേസ് ചെയ്ത് കൊടുക്കാമെന്ന് പറയുന്ന എഗ്രിമെൻറ്റിനെയാണ് ഫാക്ടറിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ഫോർഫെയ്റ്റിംഗ്. ഇസ് ദ ഫോം ഓഫ് ഫിനാൻസിങ് ഓഫ് റിസീവബിൾസ് റിലേറ്റിംഗ് ടു ഇൻ്റർനാഷണൽ ട്രേഡ്. ഇൻ്റർനാഷണൽ ട്രേഡായിട്ട് ബന്ധപ്പെട്ടുള്ള റിസീവബിൾസ് ഫിനാൻസ് ചെയ്യാൻ അത് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഫോർഫെയ്റ്റിംഗ്. അപ്പോൾ ഇറ്റ് ഇസ് എ ടെക്നിക് ബൈ വിച്ച് എ ഫോർഫെയ്റ്റർ അല്ലെങ്കിൽ ഫിനാൻസിങ് ഏജൻസി ഡിസ്കൗണ്ട് ആൻഡ് എക്സ്പോർട്ട് ബിൽ ആൻഡ് പേ റെഡി ക്യാഷ് ദി എക്സ്പോർട്ടർ. അപ്പോൾ എക്സ്പോർട്ട് ബിൽ ഉണ്ടാവും എക്സ്പോർട്ടറിൻ്റെ കയ്യിൽ. അപ്പോൾ ഈ ഫോർഫെയ്റ്റിംഗ് വരുന്നത് ഇൻ്റർനാഷണൽ ട്രേഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സോ എക്സ്പോർട്ടർ ഇപ്പോൾ എക്സ്പോർട്ട് ബില്ല് കളക്ട് ചെയ്യാൻ പോകേണ്ട ആവശ്യമില്ല, ഇവിടെ വരുന്നില്ല. അതായത് എക്സ്പോർട്ട് ബില്ല് കളക്ട് ചെയ്തിട്ട് റെഡി ക്യാഷ് എക്സ്പോർട്ടർക്ക് കൊടുക്കുക എന്നുള്ള ആ ഒരു സർവീസാണ് ഫോർഫെയ്റ്റിംഗ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫോർഫെയ്റ്റിംഗ് എന്നുകൊണ്ട് പറയുന്നത് ഇവിടെ ഹി ക്യാൻ ജസ്റ്റ് കോൺസെൻട്രേറ്റ് ഓൺ എക്സ്പോർട്ട് ട്രേഡ്. അപ്പോൾ എക്സ്പോർട്ടർക്ക് ജസ്റ്റ് ആ എക്സ്പോർട്ട് ട്രേഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി, അല്ലാതെ എക്സ്പോർട്ട് ബില്ല് കളക്ട് ചെയ്യാനും പോകേണ്ട ആവശ്യമൊന്നുമില്ല. നെക്സ്റ്റ് വൺ ആണ് മ്യൂച്വൽ ഫണ്ട്സ്. മ്യൂച്വൽ ഫണ്ട് നമ്മൾ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, മ്യൂച്വൽ ഫണ്ട്സിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേംസും കാര്യങ്ങളൊക്കെ. ജസ്റ്റ് മ്യൂച്വൽ ഫണ്ട് എന്താണെന്ന് പറയാം. ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയറീസ് വിച്ച് മൊബൈലൈസ് സേവിങ്സ് ഫ്രം ദി പീപ്പിൾ ആൻഡ് ഇൻവെസ്റ്റ് ദം ഇൻ എ മിക്സ് ഓഫ് കോർപ്പറേറ്റ് ആൻഡ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ്. അത് പീപ്പിളിൻ്റെ അടുത്ത് നിന്ന്, പബ്ലിക്കിൻ്റെ അടുത്ത് നിന്ന് സേവിങ്സ് മൊബൈലൈസ് ചെയ്തെടുത്തിട്ട് അതിൽ നിന്നും
അത് നമ്മൾ അവരെന്ത് ചെയ്യും, എന്തെങ്കിലും ഒരു കോർപ്പറേറ്റ് അല്ലെങ്കിൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ മേലെ ഇൻവെസ്റ്റ് ചെയ്യും. എന്നിട്ട് അതിൽ നിന്ന് കിട്ടുന്ന ഇൻകം ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഡിവിഡൻറ്റിൻ്റെ രൂപത്തിൽ ഈ സേവിങ്സ് മൊബൈലൈസ് ചെയ്ത ആ ഡെപ്പോസിറ്റേഴ്സിൻ്റെ അടുത്ത് എത്തിക്കും. അവർക്ക് അങ്ങനെയാണ് ഇൻകം കിട്ടുന്നത്. അവർക്ക് അങ്ങനെയാണ് മ്യൂച്വൽ ഫണ്ട്സിലൂടെ ഇൻകം കിട്ടുന്നത്. ഇത്രയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫണ്ട് ബേസ്ഡ് അല്ലെങ്കിൽ അസറ്റ് ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസ്. നെക്സ്റ്റ് നമുക്ക് പറയേണ്ടത് നോൺ ഫണ്ട് ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസാണ്, അല്ലെങ്കിൽ ഫീ ബേസ്ഡ് ഫിനാൻഷ്യൽ സർവീസ്. ഫസ്റ്റ് വൺ മർച്ചൻറ്റ് ബാങ്കിങ് ആണ്. മർച്ചൻറ്റ് ബാങ്കിങ് ഈസ് ബേസിക്കലി എ സർവീസ് ബാങ്കിങ് കൺസേൺ വിത്ത് പ്രൊവൈഡിങ് നോൺ ഫണ്ട് സർവീസസ്. നോൺ ഫണ്ട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ് ബാങ്കിങ് ആണ് മർച്ചൻറ്റ് ബാങ്കിങ്. ദ മർച്ചൻറ്റ് ബാങ്കർ മെയർലി ആക്ട് ആസ് എ ഇൻ്റർമീഡിയറി. മർച്ചൻറ്റ് ബാങ്കിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫർ ക്യാപിറ്റൽ ഫ്രം ദോസ് ഹൂ ഓൺ ഇറ്റ് ടു ദോസ് ഹൂ നീഡ് ഇറ്റ്. അപ്പോൾ ആർക്കാണോ ആരുടെ അടുത്താണോ ക്യാപിറ്റൽ ഉള്ളത് അവരുടെ അടുത്ത് നിന്ന് ക്യാപിറ്റൽ ഇല്ലാത്ത ആർക്കാണോ വേണ്ടത്, നീഡി പീപ്പിളിന് ട്രാൻസ്ഫർ ചെയ്യുക. ആ ഒരു ജോബാണ് മർച്ചൻറ്റ് ബാങ്കേഴ്സിനുള്ളത്. Merchant banker as any person who is engaged in the business of issue management, either by making arrangement regarding selling, buying, acting as a manager, consultant, advisor, or rendering corporate advisory services in relation to such issue management. അതായത് ഇഷ്യൂ ചെയ്ത് കൊടുക്കുന്ന ക്യാപിറ്റൽ ഇഷ്യൂ മാനേജ്മെൻറ്റ് ചെയ്യുന്നതാണ് മർച്ചൻറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. മർച്ചൻറ്റ് ബാങ്കിങ് ഒരു നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ആക്ടിവിറ്റിയാണ്, പക്ഷേ ബാങ്കിങ് ഫംഗ്ഷനുമായിട്ട് റിസംബിൾ ചെയ്തിട്ടുണ്ട് ഇത്. ഓക്കെ, മർച്ചൻറ്റ് ബാങ്കിങ്ങും ഈ ചാപ്റ്ററിൽ വൈഡായിട്ട് പഠിക്കാനുണ്ട്. അത് നമുക്ക് പിന്നീട് ഡിസ്കസ് ചെയ്യാം. നെക്സ്റ്റ് വൺ ആണ് ക്രെഡിറ്റ് റേറ്റിംഗ്. ക്രെഡിറ്റ് റേറ്റിംഗ് മീൻസ് giving an expert opinion by rating agency of relative willingness and ability of the issuer of a debt instrument to meet the financial obligation in time and full. അപ്പോൾ ക്രെഡിറ്റ് റേറ്റിങ്ങിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതെല്ലാവരും റെഫർ ചെയ്യുക. കൂടുതലായിട്ട് ക്രെഡിറ്റ് റേറ്റിങ്ങിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ക്രെഡിറ്റ് റേറ്റിംഗ് മീൻസ് നമ്മളൊരു കമ്പനീൻ്റെ ഫിനാൻഷ്യൽ വില്ലിങ്നെസ് മീൻസ് കമ്പനി എത്രത്തോളം ഫിനാൻഷ്യലി സ്ട്രോങ് ആണ്, അതുപോലെ ആ കമ്പനിക്ക് ഡെപ്റ്റ് ഇൻസ്ട്രുമെൻറ്റ് ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് കമ്പനിക്ക് ആ അതിനായിട്ട് ബന്ധപ്പെട്ട് ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിൻ്റെ എബിലിറ്റിയാണ് ക്രെഡിറ്റ് റേറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സ്റ്റോക്ക് ബ്രോക്കിംഗ് ആണ്. സ്റ്റോക്ക് ബ്രോക്കിംഗ് മീൻസ് now stock broking has emerged as a professional advisory service. ഒരു പ്രൊഫഷണൽ അഡ്വൈസറി സർവീസാണ് സ്റ്റോക്ക് ബ്രോക്കിംഗ്. is a member of a recognized stock exchange. അപ്പോൾ ഇതിലുള്ള ആ ഒരു പേഴ്സണിനാണ് സ്റ്റോക്ക് ബ്രോക്കർ എന്നാണ് പറയുന്നത്. അപ്പോൾ ആ പേഴ്സണിൻ്റെ മെയിനായിട്ടുള്ള ഫങ്ഷൻ എന്താണ്? ഹി ബൈ സെൽ ഡീൽ ഇൻ ഷെയർസ് സെക്യൂരിറ്റീസ് എക്സെട്ര. നെക്സ്റ്റ് കസ്റ്റോഡിയൽ സർവീസസ് മീൻസ് ഇൻ സിമ്പിൾ വേർഡ്സ് സർവീസ് പ്രൊവൈഡഡ് ബൈ എ കസ്റ്റോഡിയൻ ആർ നോൺ ആസ് കസ്റ്റോഡിയൽ സർവീസ്. അതായത് ഒരു പേഴ്സൺ അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഹു ഈസ് ഹാൻഡഡ് ഓവർ സെക്യൂരിറ്റി ബൈ സെക്യൂരിറ്റി ഓണേഴ്സ് ഫോർ സേഫ് കസ്റ്റഡി. അതായത് ഒരു കസ്റ്റോഡിയൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ പേഴ്സൺ അവരുടെ കയ്യിൽ സെക്യൂരിറ്റി നമ്മൾ സേഫ് കസ്റ്റഡിയിൽ വെക്കാൻ വേണ്ടിയിട്ട് സൂക്ഷിക്കാൻ കൊടുക്കുന്നതാണ് കസ്റ്റോഡിയൽ സർവീസസ്. നെക്സ്റ്റ് ലോൺ സിൻഡിക്കേഷൻ. ലോൺ സിൻഡിക്കേഷൻ ഈസ് എ അറേഞ്ച്മെൻറ്റ് വേർ എ ഗ്രൂപ്പ് ഓഫ് ബാങ്ക് പാർട്ടിസിപ്പേറ്റ് ടു പ്രൊവൈഡ് ഫണ്ട് ഫോർ എ സിംഗിൾ ലോൺ. ഒരു സിംഗിൾ ലോണിന് വേണ്ടിയിട്ട് കുറേ ബാങ്ക്സും കൂടെ ഗ്രൂപ്പ് ഓഫ് ബാങ്ക്സ് പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഫണ്ട് പ്രൊവൈഡ് ചെയ്യുക, അതാണ് ലോൺ സിൻഡിക്കേഷൻ. പിന്നെ സെക്യൂരിറ്റൈസേഷൻ ഈസ് ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഇല്ലിക്വിഡ് ആൻഡ് നോൺ മാർക്കറ്റബിൾ അസറ്റ് ഇൻ ടു സെക്യൂരിറ്റീസ് വിച്ച് ആർ ലിക്വിഡ് ആൻഡ് മാർക്കറ്റബിൾ സെക്യൂരിറ്റി. ലിക്വിഡ് അല്ലാത്ത നോൺ മാർക്കറ്റബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റീസ് ലിക്വിഡ് സെക്യൂരിറ്റീസാക്കി മാറ്റുന്ന ആ ഒരു ട്രാൻസ്ഫോർമേഷനാണ് സെക്യൂരിറ്റൈസേഷൻ എന്ന് പറയുന്നത്.